രാഹുശക്തി പൂജ എന്ന് പറഞ്ഞൊരു പൂജയുണ്ട്. അത് വളരെ വളരെ അത്യപൂർവമാണ്. ഇന്നിപ്പം നവഗ്രഹ ക്ഷേത്രങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠയുണ്ട്. ഇങ്ങനെ വൃത്താകൃതിയിൽ ഒരു പ്രത്യേക ഓർഡറിൽ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ തുടങ്ങിയ 9 ഗ്രഹങ്ങളെയും പ്രതിഷ്ഠിച്ച് 9 നിവേദ്യങ്ങൾ സമർപ്പിച്ച് പൂജാവിധാനങ്ങളൊക്കെ ഉണ്ട്. നവഗ്രഹ പൂജയുണ്ട്, നവഗ്രഹ ശാന്തി ഹോമങ്ങളുണ്ട്, പല കാര്യങ്ങളുമുണ്ട്. എന്നാൽ പറഞ്ഞല്ലോ, ഭദ്രകാളിയെ ആരാധിച്ചുകൊണ്ട് എല്ലാ ഗ്രഹദോഷങ്ങളെയും മറികടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഭദ്രമായ കാലം നൽകുന്നവളാണ് ഭദ്രകാളി. കാലദോഷങ്ങളൊന്നും നമ്മെ ബാധിക്കാതെ നമുക്ക് ഭദ്രത നൽകിയിരുന്നു ഭദ്രകാളി. അതൊരു വലിയ പ്രധാനപ്പെട്ട കാലമാണ് പഴയ മനുഷ്യൻ്റെ ജീവിതഘട്ടത്തിൽ. അപ്പം അന്ന് കഠിനമായ രാഹുകേതു ദോഷം നമ്മളിലേക്ക് ബാധിക്കാതിരിക്കാൻ കാവിൽ ഒരു പ്രത്യേക ക്രിയ നടത്തുമായിരുന്നു. അതാണ് രാഹുശക്തി പൂജ. രാഹുവിൻ്റെ ദോഷം ആ കുടുംബത്തിലെ അംഗങ്ങളെ ആരെയും ബാധിക്കാതെ ആ കാവിനുള്ളിൽ തന്നെ തളച്ചിടുകയും ആ കാവിൻ്റെ ആരാധകരായ ആൾക്കാരിലേക്ക് ബാധിക്കാതെ പൂർണ്ണമായിട്ടും ശമിപ്പിച്ച് നിർത്തുകയും ചെയ്യുന്നതിന് ആവശ്യമായ അത്യപൂർവമായ ഒരു കർമ്മമാണ് രാഹുശക്തി പൂജ. അത് ഭദ്രകാളി കാവുകളിലോ സർപ്പക്കാവുകളിലോ അതുപോലെയുള്ള മറ്റ് കാവുകളിലോ നടത്താവുന്ന ഒരു ക്രിയയാണ്. അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു ക്രിയയാണ്. ആരംഭത്തിൽ താന്ത്രികന്മാർ മാത്രം ഉള്ളിൽ നിന്നുകൊണ്ട് ചില പ്രത്യേക നിവേദ്യങ്ങൾ തയ്യാറാക്കുകയും ചില സവിശേഷമായ കളങ്ങൾ വരയ്ക്കുകയും പ്രത്യേകമായ ചില ഒരുക്കുകൾ ശരിയാക്കുകയും ചെയ്യും. പൂജ ആരംഭിച്ച് അതിൻ്റെ ദർശന സമയവും സമർപ്പണ സമയവുമാകുമ്പോഴാണ് കുടുംബാംഗങ്ങൾ അവിടെ തൊഴാനായിട്ട് എത്തുക. കാവിന് ചുറ്റും പ്രദക്ഷിണം വച്ച് ആ രാഹുശക്തി പൂജയുടെ സമാപന ചടങ്ങുകളെല്ലാം കണ്ട് ആത്മസമർപ്പണ ബോധത്തോടുകൂടി ദർശനം നടത്തി തൊഴുത് ആ പൂജയുടെ ഒടുവിൽ പൂജാ സമർപ്പണ ക്രിയയിൽ പങ്കെടുത്ത് നന്നായി പ്രാർത്ഥിച്ച് അത് മുഖിയാക്കുന്ന പൂർത്തിയാക്കുന്ന അംഗങ്ങൾക്ക് ആർക്കും രാഹുകേതുക്കളുടേതായ യാതൊരു ദോഷവും ബാധിക്കുകയില്ല എന്ന വളരെ പ്രധാനപ്പെട്ട പ്രാചീനമായ ഒരു വിശ്വാസമാണ് ഇവിടെ ഉള്ളത്. പൂജയിലെ രഹസ്യമായ ചടങ്ങുകളൊന്നും ഇവിടെ വിവരിക്കുന്നില്ല. അത് രഹസ്യാത്മകമായ പ്രത്യേക അനുഷ്ഠാന ക്രിയകളുള്ള ഒരുപാട് ദേവസ്ഥാനങ്ങൾ കേരളത്തിലുണ്ട്. അതൊക്കെ അങ്ങനെ തന്നെ തുടരുന്നതാണ് ദേശത്തിന് ഏറ്റവും ഉത്തമം. അപ്പോൾ രാഹുശക്തി പൂജയുടെ പ്രാധാന്യം ഇതാണ്. നമസ്കാരം.